അങ്ങനെ ഇന്ത്യയുടെ ലോക്സഭാ ഇലക്ഷനുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായിരിക്കുന്നത്. 400-ലധികം സീറ്റുകൾ നേടുമെന്നുള്ള BJPയുടെ അമിത ആത്മവിശ്വാസം അവരെ വെറും 240 സീറ്റുകളിലേക്ക് മാത്രമാണ് ചുരുക്കിയത്. നമുക്കറിയാം BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പലതരത്തിലുള്ള കാർട്ടൂണുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ये सब आपके रिश्तेदार हैं? बिजनेस पार्टनर है जी। ये दीदी बंगाल में बिजनेस संभालती हैं, वो चाचा बिहार में, ये यूपी में, ये मुंबई में और ये चेन्नई में, और इन्होंने हाल ही में खोली है दुकान दिल्ली में। पूरे देश में बिजनेस फैला है जी, सब कमाते हैं और मेरी बात तो खाते हैं। BJP എന്ന രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിപക്ഷ പാർട്ടിയെയും അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ പല വിധത്തിലും അപമാനിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം ജനങ്ങൾ തിരിച്ചടി കൊടുത്തു എന്ന് വേണം പറയാൻ. അതായത് 2019 ഇന്ത്യയിൽ കൃത്യമായി ഒരു പ്രതിപക്ഷമില്ലായിരുന്നു, ഒരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. അതിൽ നിന്നും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി 2024 ഇവിടെ കൃത്യമായ ഒരു പ്രതിപക്ഷവും ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ പല ആരോപണങ്ങളെയും അതിജീവിച്ചു വന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഒരു ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അയോധ്യ രാമക്ഷേത്രം പോലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയുള്ള വലിയ നിർമ്മിതികൾ ഉണ്ടായിട്ടും ഇവിടെ വികസനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും BJP നേരിട്ട ഈ ഒരു തിരിച്ചടിക്ക് കാരണം? അതോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും BJPക്ക് ഇത്രത്തോളം സീറ്റുകൾ നഷ്ടമായത്? ഇത് ഭാവിയിൽ ആരെയെല്ലാം ബാധിക്കാം? ഇതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവാൻ വീഡിയോ മുഴുവനായി കാണാനായി ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിവേക്. വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. ഇന്ത്യയുടെ 18ാമത്തെ ലോക്സഭയാണ് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത്. ലോക്സഭയിൽ 543 സീറ്റുകളാണുള്ളത്. അതിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി വരുന്നത് 272 സീറ്റുകളാണ്. 2024 ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും വ്യക്തമായ കേവല ഭൂരിപക്ഷമില്ല. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് BJPക്കാണ്, ഏകദേശം 240ഓളം സീറ്റുകൾ. പക്ഷേ അവർക്ക് മാത്രമായി ഭരിക്കാനും സാധിക്കില്ല. നമുക്കറിയാം BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ മത്സരിക്കുന്നത് NDA എന്ന് പറയുന്ന മുന്നണിയായിട്ടാണ്. അതിൽ TDP അതുപോലെ തന്നെ JDU തുടങ്ങിയ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവർക്കെല്ലാം ലഭിച്ച സീറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ NDA മുന്നണി കേവല ഭൂരിപക്ഷം കടന്നു. അതിനനുസരിച്ച് അവർ അധികാരത്തിലേക്ക് എത്തുകയാണ്. അവരുടെ പ്രതിപക്ഷമായി നിന്ന് മത്സരിച്ചതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസ്. ഈ ഒരു ഇന്ത്യ അലയൻസിൽ ഏകദേശം 45ഓളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും പിന്നീടുള്ളത് ഓരോ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടിയുമാണ്. ഈ ഒരു മുന്നണി രൂപപ്പെടാനും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 2019 BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മികച്ച വിജയമാണ് ലഭിച്ചത്. അതോടുകൂടി അവർ കേവല ഭൂരിപക്ഷം കടക്കുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കേവല ഭൂരിപക്ഷത്തിലുള്ള സീറ്റുകൾ പോലും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്കൊരു പ്രതിപക്ഷ നേതാവോ ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. महात्मा गांधी ने चंपारण में अंग्रेज मुक्त हिंदुस्तान की बात कही थी. आज यहां से जुगल बनना चाहिए, गांधी मैदान से जुगल बजना चाहिए. कांग्रेस मुक्त भारत का सपना हिंदुस्तान साकार. ഇതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളെയും കൂട്ടുപിടിച്ച് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന പുതിയൊരു മുന്നണി രൂപീകരിക്കുകയും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മത്സരിക്കാനായി തീരുമാനിക്കുകയും ചെയ്തത്. അതിലവർ മികച്ച വിജയം കണ്ടു എന്ന് വേണം പറയാൻ. ഈ ഒരു ഇലക്ഷനിൽ BJP ഉൾപ്പെട്ട NDA മുന്നണിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയത് ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. അതോടൊപ്പം രാജസ്ഥാനും പഞ്ചാബും ഹരിയാനയും ഉണ്ടായിരുന്നു. നമുക്കറിയാം കേന്ദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശാണ്. 2014-ലും 2019-ലും NDA ഒരു മികച്ച വിജയം നേടുന്നതിൽ പ്രധാന സഹായിയായി നിന്നത് ഉത്തർപ്രദേശായിരുന്നു. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു മികച്ച നേതാവ് ഉണ്ടായിട്ടും അയോധ്യ രാമക്ഷേത്രം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെയധികം പിന്നിലേക്ക് BJP തള്ളപ്പെട്ടത്? അതിനുത്തരം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പായി ഉത്തർപ്രദേശിലെ ഒരു പൊതുവേദിയിൽ വെച്ച് BJPയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള JP നദ്ദ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആദ്യകാലങ്ങളിൽ, അതായത് 2014-2019 കാലങ്ങളിൽ BJP എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അതുകൊണ്ട് അന്ന് അവർ RSSന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ജയിച്ചത്. പക്ഷേ ഇപ്പോൾ BJP ഒരു വലിയ പാർട്ടിയായി വളർന്നിരിക്കുന്നു. അതുകൊണ്ട് സഹായം ആവശ്യമില്ല എന്നുള്ളത്.
എന്തുകൊണ്ടായിരിക്കും RSS എന്ന് പറയുന്ന സംഘടന BJPക്ക് അത്യാവശ്യമായി വരുന്നത്? അവിടെയാണ് കേഡർ സിസ്റ്റത്തിൻ്റെ പ്രസക്തി വരുന്നത്. കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം വാക്കുകൾ നമ്മുടെ ഭരണ സംവിധാനത്തെയും നമ്മുടെ സാധാരണ ജനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മാർഗം മാത്രമാണ്. അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ ഓരോരുത്തരെയും സേവിക്കാനായി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ആശയങ്ങളും വികസനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഒരു കേഡർ സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ CPM CPI പോലുള്ള പാർട്ടികൾക്കെല്ലാം വളരെ ശക്തമായ ഒരു കേഡർ സംവിധാനമുണ്ട്. പക്ഷേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ വലിയൊരു കേഡർ സംവിധാനം ഇല്ലാതെയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ഒരു ബാക്ക് ബോണായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിലാണ്. അതായത് UPയിലെ പല കേഡർ സംവിധാനങ്ങളും പ്രവർത്തിച്ചിരുന്നത് RSSും അതിലുപരിയായി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയായിരുന്നു. JP നദ്ദയുടെ ഈ വാക്കുകൾ അവരെ എല്ലാം വളരെയധികം വിഷമത്തിലാക്കുകയും ഈ ഒരു കേഡർ സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു. ഇത് BJPയുടെ സീറ്റ് കുറയ്ക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നിലുള്ള ശക്തി RSS എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന് തെളിയിക്കാൻ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഏകദേശം 1951 ഭാരതീയ ജനസംഘ് ആരംഭിക്കുന്നത്. അത് പിന്നീടാണ് ഭാരതീയ ജനതാ പാർട്ടിയായി മാറുന്നത്. അക്കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു. അത് അവസാനിക്കുന്നത് 1976 നമ്മുടെ ഡാർക്ക് ഇവൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നാഷണൽ എമർജൻസിയിലായിരുന്നു. ആ ഒരു സമയത്ത് നിരവധിയായിട്ടുള്ള മറ്റു പ്രാദേശിക പാർട്ടികളെയും കൂട്ടുപിടിച്ച് ഈ ഒരു ഭാരതീയ ജനസംഘ് അധികാരത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആശയങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു. അതോടുകൂടി ആ ഒരു ഗവൺമെൻറ് നിലം പതിക്കുകയും വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷവും വെറും 2 സീറ്റുകളാണ് BJPക്ക് നേടാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി RSS എന്ന് പ്രസ്ഥാനമായി കൈകോർക്കുന്നത്. അതോടുകൂടി 1991 ഇലക്ഷനിൽ 120 സീറ്റുകളാണ് BJPക്ക് നേടാനായത്. അതായത് 2 സീറ്റുകളിൽ നിന്നും 120 സീറ്റുകളിലേക്കുള്ള വളർച്ച. അവിടെ നിന്നും മനസ്സിലാക്കാം RSS എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെന്ന്. ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒഴിവാക്കാൻ തുടങ്ങിയ മനോഭാവമാണ് UPയിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള വലിയ ലീഡേഴ്സ് ഉണ്ടായിട്ടും BJPയെ പരാജയപ്പെടുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനവും BJPയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്ന മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് മോദി എന്ന് പറയുന്ന ഒരു പ്രഭാവം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ മുകളിലാണ് മോദി എന്ന് പറയുന്ന ഒരു പ്രഭാവം വരുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടി ആ ഒരു മനുഷ്യരിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്ന സാരം. അത്തരത്തിലൊരു മാറ്റം വരുത്താൻ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം താല്പര്യപ്പെടുന്നില്ല. അതായത് എല്ലായ്പ്പോഴും രാഷ്ട്രീയ പാർട്ടി തന്നെയായിരിക്കണം മികച്ചു നിൽക്കുന്നത്. അതിനുശേഷം മാത്രമാണ് അതിലെ ലീഡേഴ്സ് നിൽക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടി വളരുകയുള്ളൂ എന്നതാണ് RSSന്റെ തത്വം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാസ്റ്റ് ബേസ് ആയിട്ടുള്ള വോട്ട് ബാങ്കുകളാണ്. അതായത് നമ്മളിപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ നിരവധിയായിട്ടുള്ള കാസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് യാദവ വംശം എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് SP ആണ്. അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ ഒരു അലയൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളിൽ മികച്ചു നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് അലയൻസ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചില പൊളിറ്റിക്കൽ ഡിസിഷൻസും അവരെ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അതായത് 2014-ലും 2019-ലും അധികാരത്തിലെത്തുന്ന സമയത്ത് അവർക്ക് നിരവധിയായിട്ടുള്ള സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ശിവസേന. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം കേവല ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ ഇലക്ഷന് ശേഷം അവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം കേവല ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാനായി ശിവസേനയ്ക്ക് കാരണമായി മാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് കുറയാനായി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. BJPയുടെ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കർഷക സമരവും മണിപ്പൂർ കലാപവുമാണ്. അതിൽ കൃത്യമായ മറുപടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളും ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നങ്ങളായാലും ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ സമയത്ത് വന്ന BJPയുടെ സഖ്യകക്ഷിയിലുള്ള പ്രജ്വൽ രേവണ്ണ എന്ന സ്ഥാനാർത്ഥിയുടെ കുറ്റകൃത്യങ്ങളും BJPയെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി രാഹുൽ ഗാന്ധിയെ ഒരു പ്രധാനമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള
എല്ലാം കളിയാക്കലുകളാണ്. പലതരത്തിലുള്ള കളിയാക്കലുകൾ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഭാരത് ജോഡോ യാത്ര എടുക്കുന്ന സമയത്താലും ഇലക്ഷൻ്റെ സമയത്താലും അതിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള കാർട്ടൂണുകളെല്ലാം ഭാരതീയ ജനതാ പാർട്ടി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സെന്റിമെന്റ്സുകൾ വോട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരു ശക്തമായ പ്രതിപക്ഷ പാർട്ടി വേണം, അതുപോലെ തന്നെ ശക്തനായ പ്രതിപക്ഷ നേതാവും വേണം. എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഭരണ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറഞ്ഞിരിക്കുന്ന മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ആ ഒരു പ്രശ്നത്തിന് ഉദാഹരണമാണ് കേരളം. അതായത് കേരളത്തിലെ മികച്ച രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരുമിച്ച് ചേർന്നുള്ള ഒരു മത്സരത്തിന് അവർ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ് ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു NDA സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് വിജയിക്കുന്നത്. അത് എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന വ്യത്യസ്തമായ നിലപാടുള്ള വ്യത്യസ്തമായ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരുമിച്ച് ചേർന്ന് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് അത് LDFനെ തന്നെ ബാധിക്കുമെന്ന് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെ ആണെങ്കിലും മത്സരിച്ചതിന് ശേഷം പുറമേ നിന്നുള്ള സപ്പോർട്ട് ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാം എന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.